നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സമസ്തയുടെ വിഷയങ്ങളടക്കം UDF-ന് ചർച്ച ചെയ്യാൻ കുറേയധികം കാര്യങ്ങളുണ്ടെന്ന് PK കുഞ്ഞാലിക്കുട്ടി. അൻവർ വിഷയത്തിലും നിലപാടിൽ മാറ്റമില്ല. എല്ലാം ചർച്ചയ്ക്കൊടുവിൽ ഉരുത്തിരിയും മാധ്യമ സൃഷ്ടിയും ഭാവനയും വേണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി. DCC മുൻ ജനറൽ സെക്രട്ടറി സത്യൻ വണ്ടിച്ചാലിന് വിട ചൊല്ലി നാട്. സംസ്കാരം പയ്യാമ്പലത്ത് നടന്നു. തീരാനഷ്ടമെന്നനുസ്മരിച്ച നേതാക്കൾ. കുളംബസാറിലും DCC ഓഫീസിലും പൊതുദർശനം. പ്ലാസ്റ്റിക്കുകൾ വില്ലനാവുന്നു. തൃച്ചംബരക്കൊക്ക് മൃതപ്രായനായി. രക്ഷകരായി വനം വകുപ്പ് റെസ്ക്യൂവർമാർ. പ്ലാസ്റ്റിക് പരുത്തിക്കൊക്കിൽ കുടുങ്ങി അവശനായ കൊക്കിനെ പിടികൂടിയത് മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിൽ. വാർത്തകൾ വിശദമായി. സമസ്തയിൽ ഒരു വിഭാഗവുമായുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല. കാര്യങ്ങൾ മുന്നണി ചർച്ച ചെയ്യുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. അത്തരം വിഷയങ്ങൾ അതിന്റേതായ വഴിക്ക് നടക്കും. അടുത്തുവരുന്ന നിയമസഭാ സമ്മേളനം അതിനുള്ള ഇടമാണ്. കൂടാതെ മുന്നണിയെ സംബന്ധിച്ച പല കാര്യങ്ങളും ചർച്ചാ വിഷയമാകുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മാധ്യമങ്ങൾ ഭാവനയിൽ നിന്നും കഥ മെനയേണ്ട കാര്യമില്ലെന്നും എല്ലാം ശരിയായ വഴിക്ക് നടക്കുമെന്നും PK കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു. പാലക്കാട് UDF-ന് യാതൊരു ആശങ്കക്കും അവകാശം ഉണ്ടായിരുന്നില്ല എന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മനസ്സിലായില്ലേ? അദ്ദേഹം 3-ാം സ്ഥാനത്തേക്ക് പോയില്ലേ? അതൊക്കെ നിങ്ങൾ ഭാവനയിൽ നിന്ന് കഥ മെനയേണ്ട കാര്യമില്ല. ഇപ്പോൾ തൽക്കാലം ആ കഥകളൊക്കെ നിങ്ങൾ മെനഞ്ഞുണ്ടാക്കുന്ന കഥകളായി മാത്രമേ പരിഗണിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നടത്തുന്നുണ്ട്, ചില ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട്. ഇനിയും മതിയായിട്ടില്ലേ? അല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഇനിയും മതിയായിട്ടില്ലേ? അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ലല്ലോ. പാച്ചപ്പൊയ്ക സ്വദേശി പവിത്രനെ രണ്ടാം ജന്മം. മരിച്ചെന്ന് കരുതി മോർച്ചറിയിലേക്ക് മാറ്റുന്നതിനിടെ ജീവന്റെ തുടിപ്പ് കണ്ടതോടെ പാച്ചപ്പൊയ്ക സ്വദേശിയായ രോഗിയെ AKG ആശുപത്രി ICU-വിലേക്ക് മാറ്റി. മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും വെന്റിലേറ്ററിലിരുന്ന പവിത്രനെ ബന്ധുക്കൾ കണ്ണൂർ AKG ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നതിനിടയിൽ മരിച്ചെന്ന് കരുതി മോർച്ചറിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അറ്റൻഡർ ജയൻ ജീവന്റെ തുടിപ്പ് കണ്ടെത്തുന്നതും പവിത്രന് രണ്ടാം ജന്മം ലഭിക്കുന്നതും. കണ്ണൂർ AKG സഹകരണ ആശുപത്രിയിൽ ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം. കണ്ണൂർ പാച്ചപ്പൊയ്ക സ്വദേശി പവിത്രനെയാണ് ICU-വിൽ പ്രവേശിപ്പിച്ചത്. ഇപ്പോൾ ഇയാൾ ചികിത്സയിൽ തുടരുകയാണ്. മോർച്ചറിയിലേക്ക് മാറ്റുമ്പോൾ അറ്റൻഡറാണ് ജീവനുണ്ടെന്ന് തിരിച്ചറിഞ്ഞത്. മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ഉണ്ടായിരുന്ന രോഗിയെ ഇന്നലെ രാത്രിയാണ് കണ്ണൂരിലേക്ക് കൊണ്ടുവന്നത്. ഇതിനിടെ രോഗി മരണപ്പെട്ടതായി കരുതി ബന്ധുക്കളാണ് AKG ആശുപത്രിയിൽ എത്തിച്ചത്. പ്രാദേശിക ജനപ്രതിനിധികൾ സാക്ഷ്യപ്പെടുത്തിയതിനാലാണ് മോർച്ചറി സൗകര്യം ഒരുക്കി നൽകിയതെന്ന് AKG ആശുപത്രി അധികൃതരും വ്യക്തമാക്കി. പവിത്രൻ മരിച്ചെന്ന് ചൊവ്വാഴ്ചത്തെ ദിനപത്രങ്ങളിലും വാർത്ത വന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കലാഗ്രാമം തോട്ടട MT വാസുദേവൻ നായർ അനുസ്മരണം നടത്തി. MT കഥയും കാലവും എന്ന വിഷയത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം പ്രസാദ് കൂടാളി പ്രഭാഷണം നടത്തി. തോട്ടട ബസാറിൽ നടന്ന ചടങ്ങിൽ പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റി അംഗം രവീന്ദ്രൻ കിഴുന്ന അധ്യക്ഷത വഹിച്ചു. PP സതീശൻ സ്വാഗതവും ജനു ആയിച്ചാൻ കണ്ടി നന്ദിയും പറഞ്ഞു. വീട്ടിനകത്തും കുടുംബത്തിനകത്തെത്തുമ്പോൾ എല്ലാം മിക്കവാറും സമയങ്ങൾക്കകത്ത് പുസ്തകമായിട്ട് ജീവിക്കുകയും കൂടുതൽ സമയവും മഹാമൗനത്തിനകത്ത് നിൽക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ. അധികമൊന്നും സംസാരിക്കാത്ത, വീട്ടിനകത്ത് കുടുംബങ്ങളോടൊപ്പം നിൽക്കുന്ന സമയത്ത് പോലും, ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിനകത്ത് പോലും വളരെ അപൂർവമായിട്ട് മാത്രം സംസാരിക്കുകയും കൂടുതൽ സമയവും മൗനമായിട്ട് ഇരിക്കാൻ വേണ്ടി ആഗ്രഹിക്കും, പുസ്തകങ്ങളോടൊപ്പം ജീവിക്കുകയും ചെയ്തുള്ള ഒരു മനുഷ്യൻ എന്ന നിലയിലാണ് MT അദ്ദേഹമായി അടുത്തറിയുന്ന ആളുകളെല്ലാം പറഞ്ഞത്. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമസ്തയുടെ വിഷയങ്ങളടക്കം UDF-ന് ചർച്ച ചെയ്യാൻ കുറേയധികം കാര്യങ്ങളുണ്ടെന്ന് PK കുഞ്ഞാലിക്കുട്ടി. അൻവർ വിഷയത്തിലും നിലപാടിൽ മാറ്റമില്ല. എല്ലാം ചർച്ചയ്ക്കൊടുവിൽ ഉരുത്തിരിയും മാധ്യമ സൃഷ്ടിയും ഭാവനയും വേണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി. DCC മുൻ ജനറൽ സെക്രട്ടറി സത്യൻ വണ്ടിച്ചാലിന് വിട ചൊല്ലി നാട്. സംസ്കാരം പയ്യാമ്പലത്ത് നടന്നു. തീരാനഷ്ടമെന്നനുസ്മരിച്ച നേതാക്കൾ. കുളംബസാറിലും DCC ഓഫീസിലും പൊതുദർശനം. പ്ലാസ്റ്റിക്കുകൾ വില്ലനാവുന്നു. തൃച്ചംബരത്ത് പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician.
പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വാർത്തയിലേക്ക്. അന്തരിച്ച കണ്ണൂർ DCC മുൻ ജനറൽ സെക്രട്ടറി സത്യൻ വണ്ടിച്ചാലിന്റെ ഭൗതികദേഹം കണ്ണൂർ DCC ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചു. നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. ഉച്ചയോടെ പയ്യാമ്പലത്ത് സംസ്കാരവും നടത്തി. കുളമ്പസാറിൽ ഉച്ചവരെ ഹർത്താൽ ആചരിച്ചു. ഉച്ചയ്ക്ക് 12:40 കണ്ണൂർ DCC ഓഫീസിൽ എത്തിച്ച മൃതദേഹത്തിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ, മുൻ മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ, PT മാത്യു, AD മുസ്തഫ, VA നാരായണൻ തുടങ്ങിയവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. രാവിലെ 8 മണി മുതൽ 11 മണി വരെ നടാൽ വായനശാലയ്ക്ക് സമീപമുള്ള വീട്ടിലും തുടർന്ന് 11:30 വരെ മുഴപ്പിലങ്ങാട് കുളമ്പസാറിലും പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് മൃതദേഹം DCC ഓഫീസിൽ എത്തിച്ചത്. തുടർന്ന് പയ്യാമ്പലത്തേക്ക് കൊണ്ടുപോയി. സത്യൻ വണ്ടിച്ചാലിന്റെ നിര്യാണത്തിന് അനുശോചിച്ച് ഉച്ചവരെ മുഴപ്പിലങ്ങാട് കുളമ്പസാറിൽ ഹർത്താൽ ആചരിച്ചു. ആഭരണം വാങ്ങാനെന്ന വ്യാജേന നഗരത്തിലെ ജ്വല്ലറിയിലെത്തി സ്വർണ്ണവളയുമായി മുങ്ങിയ മധ്യവയസ്കയെ പോലീസ് അറസ്റ്റ് ചെയ്തു. എളയാവൂരിലെ ബൈത്തുൽ നൂറിൽ PP റഷീദയെയാണ് ടൗൺ SIമാരായ PP ഷമീൽ, K അനുരൂപ്, K റഷീദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ ഡിസംബർ 31 ഉച്ചയ്ക്ക് 1:30 മണിയോടെ പർദ്ദ ധരിച്ച് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ജ്വല്ലറിയുടെ ഷോറൂമിലെത്തി ആഭരണം കവരുകയായിരുന്നു. ജലാശയങ്ങളിൽ പ്ലാസ്റ്റിക് വില്ലനാവുന്നു. പ്ലാസ്റ്റിക് പരുത്തി കൊക്കിൽ കുടുങ്ങി ചോരക്കോഴി. തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ആമ്പൽക്കുളത്തിലാണ് പ്ലാസ്റ്റിക് പരുത്തി കൊക്കിൽ കുടുങ്ങി അവശനിലയിൽ ചോരക്കോഴിയെ കാണപ്പെട്ടത്. വനംവകുപ്പിന്റെ റെസ്ക്യൂവർമാരെത്തി പ്രഥമ ശുശ്രൂഷകൾ നൽകി പക്ഷിയെ കുളത്തിലേക്ക് തന്നെ വിട്ടയച്ചു. അവശനിലയിലായ ചേരക്കോഴിയെ നാട്ടുകാർ കണ്ടതിനെ തുടർന്ന് തളിപ്പറമ്പ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ വിവരമറിയിക്കുകയും തുടർന്ന് തളിപ്പറമ്പ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ P സുരേഷിന്റെ നിർദ്ദേശപ്രകാരമാണ് വനംവകുപ്പിന്റെ റെസ്ക്യൂവർമാരായ അനിൽ തൃച്ചംബരവും സുജീന്ദ്രൻ മൊട്ടമ്മലും ചേർന്ന് ദീർഘനേരത്തെ പരിശ്രമത്തിനൊടുവിൽ ചേരക്കോഴിയെ പിടികൂടി കൊക്കിൽ നിന്നും പ്ലാസ്റ്റിക് പരുത്തി പൂർണ്ണമായും ഒഴിവാക്കിയത്. കേരളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ജലാശയങ്ങളുടെ തീരപ്രദേശങ്ങളിൽ കണ്ടുവരുന്ന ഒരു ജലപക്ഷിയാണ് ചേരക്കോഴി. ഇവ ജലാശയങ്ങളുടെ തീരങ്ങളിൽ ഉള്ള വൃക്ഷങ്ങളിൽ നീർക്കാക്കകളെ പോലെ ചിറകു നിവർത്തി ഉണക്കാനായി ഇരിക്കുന്നത് കാണാം. ഇവയുടെ നീണ്ട കഴുത്ത് ഒരു പാമ്പിനോട് സാദൃശ്യമുള്ളതുപോലെ തോന്നിപ്പിക്കുന്നത് കാരണം ഇവയ്ക്ക് ഈ പേര് ലഭിച്ചിരിക്കുന്നു. നീണ്ടു മെലിഞ്ഞ കഴുത്തുള്ള ഇവയുടെ കൊക്ക് കടാര പോലെയാണ്. മികച്ച നീന്തൽക്കാരായ ഈ പക്ഷികൾ അത്ര തന്നെ മികച്ച മീൻപിടുത്തക്കാരുമാണ്. എന്നാൽ വ്യാപകമായ ആവാസ വ്യവസ്ഥ നാശം മൂലം ഇന്ന് കടുത്ത വംശനാശ സാധ്യത നേരിടുന്ന ഈ പക്ഷികളെ IUCN റെഡ് ലിസ്റ്റിലാണ് കണക്കാക്കുന്നത്. കേരളത്തിൽ ഇന്ന് 100-ൽ താഴെ പക്ഷികൾ മാത്രമാണ് അവശേഷിക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഫെബ്രുവരി 1 മുതൽ 3 വരെ തളിപ്പറമ്പിൽ വെച്ച് നടക്കാനിരിക്കുന്ന CPM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടികളുടെ ഭാഗമായി യൂത്ത് ബ്രിഗേഡ്, IRPC, ദയ, ആശ്രയ വളണ്ടിയർമാരുടെ സംഗമം നടന്നു. കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ നടന്ന സംഗമം മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. DYFI സന്നദ്ധ സംഘടനയായി യൂത്ത് ബ്രിഗേഡ് രൂപീകരിക്കുമ്പോൾ അതിനെ പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്തവർ ഇന്ന് യൂത്ത് ബ്രിഗേഡിന്റെ വിലമതിക്കാനാവാത്ത സേവനങ്ങൾ കണ്ട് തലകുനിച്ചു നിൽക്കുകയാണെന്ന് MB രാജേഷ് പറഞ്ഞു. എക്കാലത്തും പ്രകടിപ്പിക്കുന്ന ഒരാൾ വളരെ രൂക്ഷമായി DYFIയെ വിമർശിച്ചും അധിക്ഷേപിച്ചും പരിഹസിച്ചും യൂത്ത് ബ്രിഗേഡ് രൂപീകരിക്കാൻ തീരുമാനിച്ചതിൻ്റെ പേരിലാണ്, അതിന് യൂണിഫോമും ID കാർഡും കൊടുക്കാൻ തീരുമാനിച്ചതിനെയൊക്കെ കളിയാക്കിക്കൊണ്ടാണ് ഒരു ലേഖനം എഴുതിയത്. അന്ന് തന്നെ അതിനൊരു മറുപടിയും എഴുതിയിരുന്നു. ഇന്ന് അതിപ്പോൾ 14-15 കൊല്ലമായി. ഇന്നിപ്പോൾ DYFIയുടെ യൂത്ത് ബ്രിഗേഡിനെതിരെ അത്തരമൊരു പരിഹാസവാക്ക് ഉച്ചരിക്കാൻ
ഡിവൈഎഫ്ഐയുടെ കടുത്ത എതിരാളികൾക്ക് പോലും കഴിയില്ല എന്നതാണ് വസ്തുത. എം പ്രകാശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ എം വി ജയരാജൻ, പി ജയരാജൻ, എൻ ചന്ദ്രൻ, എം സുരേന്ദ്രൻ, ടി വി രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി സ്വർണ്ണ വെള്ളി ദിനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമസ്തയുടെ വിഷയങ്ങളടക്കം UDF-ന് ചർച്ച ചെയ്യാൻ കുറേയധികം കാര്യങ്ങളുണ്ടെന്ന് PK കുഞ്ഞാലിക്കുട്ടി. അൻവർ വിഷയത്തിലും നിലപാടിൽ മാറ്റമില്ല. എല്ലാം ചർച്ചയ്ക്കൊടുവിൽ ഉരുത്തിരിയും മാധ്യമ സൃഷ്ടിയും ഭാവനയും വേണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി. DCC മുൻ ജനറൽ സെക്രട്ടറി സത്യൻ വണ്ടിച്ചാലിന് വിട ചൊല്ലി നാട്. സംസ്കാരം പയ്യാമ്പലത്ത് നടന്നു. തീരാനഷ്ടമെന്നനുസ്മരിച്ച നേതാക്കൾ. കുളംബസാറിലും DCC ഓഫീസിലും പൊതുദർശനം. പ്ലാസ്റ്റിക്കുകൾ വില്ലനാകുന്നു. തൃച്ചംബരത്ത്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.